സാംസ്കാരിക തനിമയോട് അത് കോർത്തിണക്കി അതിവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂർ യൂണിറ്റിലെ ശ്രീ രാജേന്ദ്രകുമാർ നമ്മുടെ DB അംഗം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് അതിൻ്റെ പുറകിൽ നന്നായി ഉണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ് പലരിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നു. തിരഞ്ഞെടുപ്പാണോ അതോ ഒരു സമവായമാണോ നല്ലത്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? തിരഞ്ഞെടുപ്പ് ഒരു അപകടം പിടിച്ച കാര്യമല്ല. മത്സരം എല്ലാ രംഗത്തും ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ സംഘടനയുടെ പുരോഗതിക്ക് ആവശ്യമായ മത്സരങ്ങൾ മാത്രമേ ആകാവൂ. വ്യക്തിയധിഷ്ഠിതമായ ഒരു മത്സരങ്ങളും ഉണ്ടാകാൻ പാടില്ല. സമവായവും നല്ലതാണ്. കേപ്പബിളായ അംഗങ്ങളെ സമവായത്തിൽ കൂടി തിരഞ്ഞെടുക്കുന്നത് സമാജത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യവുമാണ്. മത്സരം ഒരിക്കലും ഒരു അപകടം പിടിച്ച കേസുമല്ല. അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കണം. സമാജത്തിൻ്റെ പുരോഗതി അല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റ് യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് ഒരു ഭിന്നിപ്പിന് കാരണമാകും എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? തിരഞ്ഞെടുപ്പ് ഭിന്നിപ്പിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പ് എന്നും ആരോഗ്യപരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെ അതിനെ ഒരു ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് അപകടത്തിലേക്ക് എത്തുന്നത്. അത് മാറിയിട്ട് ഒരു സമവായം അല്ലെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് ആരോഗ്യപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തി കഴിവുള്ള ആൾക്കാർ ഇതിൻ്റെ കേന്ദ്രതലത്തിലേക്കോ അല്ലെങ്കിൽ ഭാരവാഹികളായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും എന്നുള്ളത്. നന്ദി. ഗുരുവായൂർ യൂണിറ്റിൽ നിന്നും 34ാമത് കേന്ദ്ര വാർഷിക സമ്മേളനത്തിന് എത്തിയിരിക്കുന്ന ശ്രീമതി ശാന്ത വാര്യർ. ഞാൻ ഗുരുവായൂർ യൂണിറ്റ് ഒരു സജീവ പ്രവർത്തകയെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും വളരെ സിൻസിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ 18-ാം തീയതി 12:15 ഹരിപ്പാട് ഞങ്ങൾ വാര്യർ സമാജം സമ്മേളന ഹാളിലെത്തി. പൊതുവിലെ എൻ്റെ അഭിപ്രായത്തിൽ സമ്മേളനത്തിൽ എല്ലാ പരിപാടികളും വളരെ നന്നായി. പിന്നെ മറ്റൊരു കാര്യം, ഈ ഡാൻസ് പ്രോഗ്രാം ഒരു കോമ്പറ്റീഷൻ സ്റ്റൈലിൽ പോണു. പിന്നെ സമയം കിട്ടുന്നില്ല ഓരോരുത്തർക്കും. ചിലർക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നുണ്ട്. അത് കുറച്ചൊന്ന് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. സർഗോത്സവ പരിപാടികൾ കൂടുതൽ ക്രമീകരിച്ച് നടത്തണമെന്നാണോ? കുറച്ചും കൂടി ക്രമീകരിച്ച് ഒരു ചിട്ടയോടുകൂടി. പിന്നെ 10:30 മണിയാകുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിയണം. അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. പരിപാടികൾ നീണ്ടുപോയി എന്നൊരു അഭിപ്രായം. ആദ്യത്തെ ദിവസം 11:30-12 മണിക്ക് കഴിയും. രണ്ടാമത്തെ ദിവസം 11 മണിക്ക് കഴിഞ്ഞുള്ളൂ. ഈ ലാസ്റ്റ് ആകുമ്പോഴേക്കും കാണികൾ ഉണ്ടാവില്ല. ഈ പാരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികൾ കളിക്കുന്ന അവരുടെ പാരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വളരെ കുട്ടികൾക്ക് മോശമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട അവരുടെ സ്ഥിതി മഹാമോശമാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ക്രമീകരിച്ചിട്ട് ചെയ്യും. ഇവിടുത്തെ ആഹാരത്തെ പറ്റി ഇത്തവണ എനിക്ക് നല്ല അടുത്ത് പരിചയമുള്ള ഒരാളാണ് എൻ്റെ ഈ ചാർജ്. വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും തൃശ്ശൂർ സ്റ്റൈല്, ഗുരുവായൂർ സ്റ്റൈലൊക്കെ ഉണ്ട്. വളരെ നല്ല ആഹാരമായിരുന്നു. അതിൽ യാതൊരു ഭക്ഷണപ്രിയൊന്നും വിചാരിക്കരുത്. നല്ല ആഹാര സംവിധാനം. രാവിലത്തെ സാംസ്കാരിക ഘോഷയാത്രയെ പറ്റി? ഘോഷയാത്ര കുറച്ചും കൂടെ ക്രമീകരിക്കായിരുന്നു എന്ന് മാത്രം. എങ്കിലും നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ 25-ാം വാർഷികം തൃശ്ശൂർ നടന്നതിന് അതേമാതിരിയാണ് എനിക്കിവിടെ തോന്നിയത്. ആദ്യമായാണ് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് വാരിയേഴ്സ് ഒരു തത്സമയ സംപ്രേഷണം ഈ പരിപാടികളുടെ തത്സമയ സംപ്രേഷണം കൊടുക്കുന്നത് ലൈവായി ലോകം മുഴുവൻ കാണുവാനുള്ള ഒരു ഉദ്യമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ്? തത്സമയ സംപ്രേഷണം ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ കുറച്ച് വൈകിട്ടാണ്. അപ്പം തന്നെ യൂറോപ്പിലുള്ള എൻ്റെ മകൾക്ക് വിളിച്ചു പറഞ്ഞു. കൊച്ചുമോൻ അത് ലൈവായിട്ട് കണ്ടു. അമ്മമ്മ അത് ചെയ്യണു. കോയമ്പത്തൂർ ഫാർമസി ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ പ്രസംഗം കേട്ടു. അത് ഇവിടുത്തെ ബഹളം എല്ലാം കേട്ടു. അപ്പം തന്നെ എനിക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം. അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മകന് കുറച്ച് മാജിക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വളരെ ഒരു വാര്യ സമാജം പരിപാടിക്ക് ചെയ്യും ചെയ്തു. അപ്പോൾ അയ്യോ അമ്മമ്മ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. നന്ദി. കൊല്ലം ചങ്ങംകുളങ്ങര യൂണിറ്റിൽ നിന്നും ശ്രീമതി സുധാ ചന്ദ്രൻ 34ാമത് കേന്ദ്ര വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുണ്ട്. വളരെ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ അറിയുവാനും പിന്നെ വനിതാവേദിയിൽ നിന്നും കുട്ടികളുടെ കാര്യത്തിനായി നല്ലൊരു ഉപദേശം നമ്മൾക്ക് സ്വീകരിക്കാനും കഴിഞ്ഞു. രാവിലെ നടത്തിയ ഒരു ഘോഷയാത്ര, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഘോഷയാത്ര സമുദായത്തിൻ്റെ ഇതിൽ ഇങ്ങനെയൊന്നും പണ്ട് പതിവില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ വന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് വളരെ ഉപകാരമാണ്. സമുദായത്തിൻ്റെ ശക്തി
ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു മാധ്യമമായി അതിനെ കാണാമോ? കാണാം, വളരെ നന്നായിട്ടുണ്ട്. ഇവിടുത്തെ ആഹാരത്തെ പറ്റി? ആഹാരമൊക്കെ നല്ല രീതിയിലുള്ളതാണ്. കലാപരിപാടികൾ, സർഗോത്സവ പരിപാടികൾ എല്ലാം വളരെ മെച്ചപ്പെട്ട പരിപാടികളാണ്. കുട്ടികൾ, യങ്ങേഴ്സിൻ്റെയും വനിതകളുടെയും എല്ലാ പ്രോഗ്രാമും നന്നായിട്ടുണ്ട്. നന്ദി. കേന്ദ്ര വാർഷിക സമ്മേളനം നടക്കുന്ന ഹരിപ്പാട്ട് കഴിഞ്ഞ 3 ദിവസമായി വിഭവ സമൃദ്ധമായ ആഹാരമാണ് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ MK രുദ്രവാര്യർ നമ്മോടൊപ്പമുണ്ട്. ഈ ആഹാര രീതികൾ എന്തൊക്കെയാണ്, വിഭവങ്ങൾ നാം കൊടുക്കുന്നത്? ഒരു സാധാരണ ഒരു സദ്യയുടെ വിഭവങ്ങളൊക്കെ. സാധാരണ സദ്യ എന്ന് പറഞ്ഞാൽ? സാധാരണ സദ്യ എന്ന് വെച്ചാൽ ഒരു കല്യാണ സദ്യയുടെ രീതിയല്ല. കല്യാണ സദ്യയുടെ രീതി അല്ല. പിന്നെ അത്യാവശ്യം വേണ്ട കറികളൊക്കെ ഉണ്ട്. ഈ കല്യാണ സദ്യയുടെ രീതി 2-3 ദിവസമൊന്നും കൂടെ പറ്റിയല്ലോ. അതിന് സാമാന്യ രീതിയിൽ 2-3-4-5 കൂട്ടം വിഭവങ്ങളും ഒരു പായസം സഹിതം സദ്യ. എന്നും പായസം നൽകുന്നുണ്ട്. എന്നും പായസം ഉണ്ടായിരുന്നു. 3 ഇന്നലെ 2 നേരം, ഇന്നൊരു നേരം പായസം. അങ്ങയെ സഹായിക്കാൻ എത്ര പേരാണ് അങ്ങയുടെ കൂടെ ഉള്ളത്? ഇപ്പോൾ 15 പേരുണ്ട്. 15 പേര് അങ്ങയുടെ കൂടെയുണ്ട്. രാത്രിയും പകലും രാവിലെ എന്തൊക്കെയാണ്? രാവിലെ ഇന്നലെ മിനിയാനും ദോശ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ചായ, കാപ്പി, ഒരു മുളക് ഒക്കെ ഉണ്ട്. ഇന്ന് ഇഡ്ഡലി, അതും ചട്നി, സാമ്പാറും മുളകും ഒക്കെ ഉണ്ട്. അങ്ങയുടെ മുളകുടച്ച ചട്നി വളരെ പ്രശസ്തി നേടിയിട്ടുള്ളതാണല്ലോ. അത് ഇത്രയും പേർക്ക് കൊടുക്കുവാൻ എങ്ങനെ സാധിക്കുന്നു? അതെൻ്റെ ആശാൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന. താങ്കളുടെ ആശാൻ ആരാണ്? താങ്കളുടെ ഗുരു? മലമേൽ നിലകണ്ഠെന്നും പോയില്ല എൻ്റെ ആശാൻ. മറ്റെന്തെങ്കിലും പറയുവാൻ? വര്യസമാജത്തിൻ്റെ താങ്കളുടെ ഉള്ള സഹകരണം? എല്ലാവരും വളരെ സഹകരിച്ച്, ജോലിക്കാരും എൻ്റെ കൂടുതലുള്ള സഹപാഠികളും ഇവിടുത്തെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പോണ ഒരു പ്രസ്ഥാനമാണ്. എൻ്റെയും കൂടി ഒരു പ്രസ്ഥാനം. നന്ദി.